അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. എൻ്റെ പേര് ഏബൽസ് ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഓരോ സർവേ ചെയ്യണം. അപ്പോൾ ഓരോ സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടും. അത് നമുക്ക് പൈസ കിട്ടും. ആ പൈസ നമുക്ക് ഫ്രീ ഫയറിലോട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലെ ആപ്പുകൾക്കും ഗെയിമുകൾക്കും നമുക്ക് റിഡീം ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആപ്പിൻ്റെ പേര് റിവാർഡ്സ് എന്നാണ്. അത് ഗൂഗിളിൻ്റെയാണ് റിവാർഡ്സ്. അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, കാരണം ഞാൻ കുറേ സർവേ ഒക്കെ ചെയ്തു. എനിക്ക് കുറേ സർവേ ഉണ്ടായിരുന്നു. സർവേ എല്ലാം ചെയ്താണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത്. അത് മുമ്പേ 20 റുപ്പീസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് റിഡീം ചെയ്ത് അത് തീർന്നു. ഇപ്പോൾ എൻ്റെ 3 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിവിടെ കാണാം പാർട്ട് ഓഫ് യുവർ ബാലൻസ് ഈസ് എക്സ്പയറിങ് ഓൺ 1st January 2022. അതായത് ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് നിന്ന് പൈസ എടുക്കുകയാണെങ്കിൽ അത് എക്സ്പയർ ചെയ്യുന്നത് അടുത്ത വർഷമായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്, പലരും ഈ റിവാർഡ്സ് ഉപയോഗിക്കാൻ എൻ്റെ കൂട്ടുകാരൻ വരെ പറഞ്ഞിട്ടുണ്ട്, സർവേ ഭയങ്കര കുറവാണെന്ന്. അത് കാരണം നമ്മൾ ആദ്യം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡെമോ സർവേ കാണിക്കും. ആ ഡെമോ സർവേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പൈസ കിട്ടത്തില്ല. അത് കഴിഞ്ഞ് തുടർച്ചയായി 2-3 ദിവസം നമുക്ക് സർവേ കിട്ടും. പിന്നെ അങ്ങോട്ട് സർവേ കിട്ടത്തില്ല. ആ സർവേ കിട്ടാനുള്ള മാർഗ്ഗം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ 3 ലൈൻസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിയുമ്പം പ്രൊഫൈൽ എടുക്കുക. നിങ്ങൾ പ്രൊഫൈൽ എടുത്തത് ഏജ് 18 to 24 ആണ് നിങ്ങൾ വെച്ചേക്കുന്നതെങ്കിൽ അത് 55 to 64 എന്ന് എടുക്കുക. കാരണം 55 തൊട്ട് 64 വരെയുള്ള വയസ്സുകൾക്കിടയിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സർവേ കിട്ടുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ 55 to 64 എന്ന ഏജ് ലിമിറ്റ് വെക്കുക. ശേഷം ജെൻഡർ എടുക്കുക. ജെൻഡർ മെയിൽ ആണെങ്കിൽ ഫീമെയിൽ എടുക്കുക. കാരണം ഫീമെയിൽസിനാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ പോയി ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ലൊക്കേഷൻ ലാംഗ്വേജ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ആവശ്യം കിടക്കും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ സർവേ വെച്ച് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, സർവേ എന്ന് പറഞ്ഞാൽ ഒരു സർവേ 5 ക്വസ്റ്റ്യൻസ് കാണും, ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ കാണും. അതിൽ നിന്ന് 5 എണ്ണം കംപ്ലീറ്റ് ആയാലായിരിക്കും ചിലപ്പം 2 രൂപ കിട്ടുന്നത്. ചിലപ്പം 10 സർവേ 10 കംപ്ലീറ്റ് ആണെങ്കിൽ ചിലപ്പോൾ 10 രൂപ വരെ കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് വരുന്നത്. അപ്പം ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് ഫ്രീ ഫയറിലോട്ട് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് ഏതെങ്കിലും ഗെയിം പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് നമ്മുടെ ബുക്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അതൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൈസ ഉപയോഗിക്കാം. എൻ്റെ മുമ്പേ 10 റുപ്പീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു പോയതാണ് ഫ്രണ്ട്സ്. അതുമാത്രമല്ല ഫ്രണ്ട്സ്, നിങ്ങൾ റിവാർഡ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ റിവാർഡ് ഹിസ്റ്ററിക്കകത്ത് നിങ്ങളുടെ ഇത് കാണിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ ഒരു സർവേ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. കാരണം എൻ്റെ ഒരു പഴയ മൊബൈലായിരുന്നു. അപ്പോൾ ആ മൊബൈലിനകത്തായിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നത്. അത് പോയി. ഇത് പുതിയ മൊബൈലാണ്. അപ്പോൾ പുതിയ മൊബൈലിനകത്ത് പുതിയതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സർവേ കാണിക്കുന്നത്. നിങ്ങൾ എത്ര സർവേ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഈ റിവാർഡ് ഹിസ്റ്ററി എടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്രീ ഫയറിലോട്ട് പൈസ എങ്ങനെ റിഡീം ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിടുക, ഓൾ ഓപ്ഷൻസ് എടുക്കുക, അത് അമർത്തിയിടുക. ശേഷം ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ സർവേ കിട്ടണമെങ്കിൽ സർവേയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഗൂഗിൾ റിവാർഡ്സ് സാധാരണ ഒരു സർവേ വരുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അയക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, അവരുടെ ഇതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് സർവേ കിട്ടുന്നില്ലെന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ടും സർവേ കിട്ടുന്നില്ലെന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഫ്രണ്ട്സ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്കും സർവേ കിട്ടാൻ 2-3 ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് സർവേ കിട്ടാനെന്നുകൊണ്ട് എല്ലാ ദിവസവും തുടർച്ചയായി രാവിലെയും വൈകുന്നേരവും ഞാൻ ഗൂഗിൾ റിവാർഡ്സിനകത്ത് കയറി നോക്കി. അപ്പം 2-3 ദിവസങ്ങളിൽ കിട്ടിയില്ല. അടുത്ത ദിവസം തുടർച്ചയായി രാവിലെയും വൈകുന്നേരം കയറി നിന്നപ്പോൾ ഫ്രണ്ട്സ്, വൈകാതെ എനിക്ക് ഒരു സർവേ കിട്ടി. അതായത് അടുത്ത ദിവസവും രാവിലെ കയറിയപ്പോൾ കിട്ടിയില്ല, വൈകുന്നേരം കയറിയപ്പോൾ അടുത്ത സർവേ കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിനകത്ത് സർവേ കിട്ടാനുള്ള വേറെ എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ സെറ്റിങ്സിൽ പോയി ജെൻഡർ ഫീമെയിൽ അതെല്ലാം ചെയ്യണം. അതുകൂടാതെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കയറി നോക്കണം. ആദ്യത്തെ 2 ദിവസം കിട്ടത്തില്ല, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ട്രിക്ക്. ഇനി ഫ്രീ ഫയറിലോട്ട് എങ്ങനെയാണ് റിഡീം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലേക്കും പറയുന്നത്. അതുവരെ ബൈ ബൈ.